ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? എൻ്റെ വീട്ടിൽ ഈ പ്രാവശ്യം ഓണമൊന്നും ആഘോഷിക്കുന്നില്ല കേട്ടോ. എൻ്റെ അമ്മാവ് മരണപ്പെട്ടതുകൊണ്ട് അതിൻ്റെ ആ ഒരു വിഷമത്തിലൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം വീഡിയോ പോലും ഇടാതിരുന്നത്. ഇതൊക്കെ നേരത്തെ എടുത്തു വെച്ച കുറച്ച് വീഡിയോകളാണ് കേട്ടോ. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നതാണ്ട് ഈ മീനാണ്. ഇതിൻ്റെ പേര് CD മീൻ എന്നൊക്കെ ഞങ്ങൾ പറയും. പല സ്ഥലങ്ങളിലും പല പേരാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മീനൊന്ന് വറുത്തെടുക്കുവാൻ വേണ്ടി എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് പുരട്ടിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം വിനാഗിരിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം എന്നിവയും അരച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. അതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മീൻ പെറുക്കി നിരത്തി വെക്കാം. ആ മീനെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മീൻ തന്നെ കുറച്ചെടുത്ത് പച്ചക്കറിയും കൂടി വെക്കണം. അപ്പോൾ ഞാനിവിടെ നക്ഷത്രപ്പുളി ഇട്ടാണ് പച്ചക്കറി വെക്കുന്നത്. മീൻ കറിക്ക് വേണ്ടുന്ന അരപ്പുകളെല്ലാം ഞാനിവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം മല്ലിപ്പൊടിയുമാണ് ഞാൻ ചേർത്ത് വെക്കുന്നത്. ഇതിന് സ്പെഷ്യലായിട്ട് ചേർത്ത് വെക്കുന്നത് മുരിങ്ങയ്ക്കയാണ്. അതിൻ്റെ കൂടെ കറിവേപ്പിലയൊക്കെ ചേർത്ത് ചട്ടി നല്ലവണ്ണം ഒതുക്കിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കറിക്ക് ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീ സിമ്മിലേക്ക് മാറ്റിയിട്ട് ചട്ടി ഒന്ന് കറക്കി പിന്നെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. നിങ്ങളൊക്കെ ഇങ്ങനെ മീനിനകത്ത് മുരിങ്ങയ്ക്കയിട്ട് കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ? നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മുരിങ്ങയ്ക്കയിട്ട് കറി വെക്കുമ്പോഴേ. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്കയും മീനും ഒക്കെ ഇട്ടുള്ള കറി എല്ലാം അടിപൊളിയായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അതിനായി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്കും ചെറുള്ളിയും വറ്റൽമുളകും കൂടി അരിഞ്ഞ് അതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഉലുവയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത് തന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.